തന്ത്രപ്രധാനമായ ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ അന്താരാഷ്ട്ര സൈനിക സഖ്യം രൂപീകരിക്കാനുള്ള നീക്കവുമായി അമേരിക്ക. ചൈന, ബ്രിട്ടൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ സഹകരണം തേടി മേഖലയിൽ കനത്ത നിരീക്ഷണം ഉറപ്പാക്കാനാണ് US ലക്ഷ്യമിടുന്നത്. ഇറാനുമായി സൗഹൃദമുള്ള രാജ്യങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകാമെന്നും ഇറാൻ അനുമതി നൽകിയെങ്കിലും സുരക്ഷാ ആശങ്കകൾ മുൻനിർത്തി സൈനിക ഇടപെടൽ അനിവാര്യമാണെന്നാണ് അമേരിക്കൻ നിലപാട്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി, അതായത് ഈ ഹോർമസ് കടലിടുക്കിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കാര്യമായ ഇടപെടൽ നടത്തണമെന്ന ഒരു നിലപാട് തന്നെയാണ് അമേരിക്കയ്ക്കുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ നാറ്റോ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതിന് സമാനമായി ഇന്നലെ മറ്റു ചില രാജ്യങ്ങളോട് പ്രത്യേകമായി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് ജപ്പാൻ, ദക്ഷിണ കൊറിയ, റഷ്യ തുടങ്ങിയ ദക്ഷിണ കൊറിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങളോട് ഉൾപ്പെടെ അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതായത് ഒരു സഖ്യ സംവിധാനം ഉണ്ടാക്കി കൃത്യമായ നിരീക്ഷണ സംവിധാനം അതിലൂടെ ഹോർമൂസിലൂടെ കടന്നുപോകുന്ന ഓരോ കപ്പലുകൾക്കും എസ്കോർട്ട് ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ അതിനെ അകമ്പടി പോകുന്നതിനെ യുദ്ധക്കപ്പലുകളോ ഫ്രിഗേറ്റുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ആ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി കണ്ട് പ്രതിരോധം തീർക്കാവുന്ന സജ്ജീകരണങ്ങൾ, ആയുധ സജ്ജീകരണങ്ങളൊക്കെയുള്ള കപ്പലുകൾ അകമ്പടി പോകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. മുന്നോട്ട് വെച്ച ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം ട്രംപ് ഇന്നലെ തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ഇന്നലെ ഇക്കാര്യം, അതായത് ഈ കാര്യത്തിൽ ചില ഇടപെടലുകൾ ആവശ്യമാണ് എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പരിശോധിക്കണമെന്ന സഹകരണം ആവശ്യപ്പെടുകയാണ് ചെയ്തതെങ്കിൽ ഇന്ന് ഒരു സഖ്യം കൃത്യമായ ഒരു സംവിധാനം, ഒരു കോർഡിനേഷൻ സംവിധാനവും അതുപോലെ തന്നെ ഒരു കൃത്യമായ സൈനിക നീക്കവും ഇക്കാര്യത്തിൽ സംയുക്തമായി നടത്തേണ്ടതുണ്ട്. ഹോർമസ് കടലിടുക്കിൽ അത്തരത്തിലുള്ള സംയുക്ത നീക്കം നടത്തേണ്ടതുണ്ട് എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിൽ ഈ എണ്ണ ഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രതികൂലമായി ബാധിച്ച ഒരു സാഹചര്യത്തിലാണ് കാര്യമായ ഒരു ഇടപെടൽ നടത്താനുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അമൃത. ശരി.